ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. റിസോർട്ടിലെ ജോലി നഷ്ടപ്പെട്ട കാര്യം വീട്ടുകാരിൽ നിന്ന് മറച്ചു വെച്ച് ജോലിക്ക് പോവാൻ റെഡിയായി വരികയാണ് കാവേരി. അവൾ ബ്രേക്ക്ഫാസ്റ്റിനായി വരുമ്പോഴേക്കും അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുത്തുകൊണ്ട് ഗംഗയും ചോദിക്കുന്നുണ്ട്, നിന്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞു, സമയം ഒരുപാട് ലേറ്റ് ആയല്ലോടി, രാജേശ്വരി ഇന്ന് മിക്കവാറും നിന്നെ അടിച്ചു പുറത്താക്കുമല്ലോ. കാവേരി ടെൻഷനോടെ ഇരിക്കുമ്പോഴേക്കും, എടി അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് കരുതി നീ നിന്റെ ജോലി ഉഴപ്പിക്കളയരുത്. ജോലി ചെറുതോ വലുതോ എന്നതല്ല, അതുണ്ടായിരിക്കുക എന്നുള്ളതാ പ്രധാനം. ഉള്ള ജോലി നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ആകെയുള്ള പിടിവള്ളികളിലൊന്ന് നിന്റെ ജോലിയാ. ഹോം സ്റ്റേ ഉടനെ തുടങ്ങാനൊന്നും അമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എന്റെ ജോലി എന്ന് പറഞ്ഞാൽ സ്ഥിര വരുമാനമൊന്നും അല്ലല്ലോ, കിട്ടിയാ കിട്ടി, അത്രയുള്ളൂ. അതുകൊണ്ട് വീട്ടു ചെലവ് നടന്നു പോകും. യമുനയുടെയും നിളയുടെയും പഠിപ്പടക്കമുള്ള കാര്യങ്ങള് വേറെ കിടക്കുക. 20,000 20,000, നമ്മളെ സംബന്ധിച്ച് അത് നിസ്സാര തുകയൊന്നുമല്ലല്ലോ എന്നൊക്കെ ചേച്ചി പറയുന്നതുകൾക്ക് ടെൻഷനോടെ ഗംഗച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നവൾ പറയേ, അയ്യോ ചമ്മന്തി എടുത്തില്ല, മറന്നുപോയി, ഇപ്പൊ വരാമേ എന്ന് പറഞ്ഞ് ഗംഗ അടുക്കളയിലേക്ക് ഓടി പോവുക. കാവേരിയും ടെൻഷനോടെ രാജേശ്വരി തന്നെ വഴക്കു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാ. കരഞ്ഞ് കാല് പിടിച്ച് ജോലി വാങ്ങിക്കുക, എന്നിട്ട് ഇവിടുത്തെ കസ്റ്റമേഴ്സിനെ തന്നെ വല വീശി പിടിച്ചുകൊണ്ടു പോകും. നാണമില്ലടി നക്കി തിന്നാൻ. നീ ഇറങ്ങി പോകുന്നോ അതോ ഞാൻ പോലീസിന് വിളിക്കണോ? നിന്ന് കുരയ്ക്കാതെടി, കൊടുത്ത കൈക്ക് കടിക്കുന്ന നായേ എന്നൊക്കെ രാജേശ്വരി പറഞ്ഞതോർക്കെ സങ്കടത്തോടെ അവളുടെ കണ്ണുകളും നിറയുകയാ. അങ്ങോട്ട് വരുന്ന ശാരദയും അവളോടായി, മഹാറാണി ഇവിടെ ഇരിക്കുന്നുണ്ടോ? എങ്ങോട്ടാണോ രാവിലെ? ഹോം സ്റ്റേയിലേക്ക് ആളെ തട്ടാൻ ഇറങ്ങിയതാണോ? ഉള്ള മനസമാധാനം കളയാൻ. എടി ഇനി മിന്നെ തീ തീറ്റിക്കും. ഉള്ള കാശും കൊണ്ട് സമാധാനത്തോടെ ജീവിക്കാന്ന് പറഞ്ഞപ്പോ ആരെങ്കിലും കേട്ടോ? ഇല്ലല്ലോ. അപ്പൊ രാജേശ്വരിയേക്കാൾ വലിയ പണക്കാരിയാവണം എന്ന് പറഞ്ഞ് കൈകൂപ്പി, ദൈവമേ, ദൈവഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാ എന്റെ കുഞ്ഞിനെ ജീവനോടെ കിട്ടിയത്. കൊച്ചെ, കാശുണ്ടാക്കണമെങ്കിൽ പല വഴിയുണ്ട്. നാണവും മാനവും കേട്ട് ശാരദ ഇന്നുവരെ ജീവിച്ചിട്ടില്ല. ദയവ് ചെയ്ത് എന്റെ പൊന്നുമക്കളമ്മയെ വലിയ കാശുകാരിയൊന്നും ആക്കല്ലേ. പണത്തെക്കാളൊക്കെ അമ്മയ്ക്ക് പ്രധാനം എന്റെ മക്കളുടെ മാനവും ജീവനുമാ. ജീവിച്ചു പോയിക്കോട്ടെ, ഉപദ്രവിക്കരുത് എന്നമ്മ കൈകൂപ്പി പറയേ കാവേരിയും ദേഷ്യത്തോടെ അവിടെ എഴുന്നേൽക്കുകയാ. ഓ, പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അവൾക്ക്, കഴിക്കടി എന്നമ്മ പറയുന്നുണ്ടെങ്കിലും കാവേരി ദേഷ്യത്തോടെ അവിടെ നിറങ്ങി പോകുകയാ. എടി കഴിക്കാൻ കാവേരി, എടി കഴിച്ചിട്ട് പോവാൻ എന്നവളുടെ പുറകെ ചെന്ന് ഈ പെണ്ണിന്റെ അടുത്ത് ഒരു കാര്യവും പറയാൻ പറ്റില്ല, മൂക്കത്ത ദേഷ്യം മൊത്തം എന്നമ്മ പറയുമ്പോഴേക്കും കാവേരി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിരുന്നു. ദേഷ്യത്തോടെ അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന ഗംഗയും, അവളെവിടെ കാവേരി എന്ന് ചോദിക്കേ. ഓ, പോയി, കഴിക്കണ്ട് പോയെന്ന് അമ്മ പറയേ. കാവേരി എന്ന് വിളിച്ച് ഗംഗ വീടിന് വെളിയിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും സ്കൂട്ടിയുടെ അടുത്തെത്തുന്ന കാവേരിയുടെ അരിയിലേക്ക് ഓടിച്ചെന്ന്, കഴിച്ചിട്ട് പോവാൻ, എടി നിൽക്കാൻ എന്ന് പറഞ്ഞവൾ ഓടിച്ചെല്ലുന്നുണ്ടെങ്കിലും കാവേരി തന്റെ സ്കൂട്ടിയും എടുത്ത് പോവുകയാണ്. അവൾ തിരികെ അമ്മയുടെ അടുത്ത് എത്തുമ്പോഴേക്കും, അവൾ പോയോടി എന്ന് അമ്മയും ചോദിക്കുക. പോവാണ്ട് ഇവിടെ ഇരിക്കാൻ അമ്മയുടെ വായിന്ന് നല്ല വാക്കുകളാണല്ലോ കേൾക്കുന്നത് എന്ന് ഗംഗ പറയേ. എടി ഞാൻ എന്റെ വിഷമം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അവള് കഴിക്കാണ്ട് പോണോ എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ വിഷമം, ഇവിടെ വേറെ ആർക്കുമില്ലേ? അമ്മേ, ഇന്നലെ രാത്രിയിലെ സംഭവത്തിന്റെ പേരിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യേണ്ടത് ഞാനല്ലേ? എന്നിട്ട് എനിക്കില്ലല്ലോ പ്രശ്നം എന്ന് ഗംഗയും. എടി, ഒരമ്മയുടെ വേദന നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് അമ്മ പറയേ. അത് തന്നെയാ പറഞ്ഞത്. ഇവിടെ ആരെങ്കിലും വേദനിപ്പിക്കാൻ മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്തോ? എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയല്ലേ ഹോം സ്റ്റേ തുടങ്ങിയത്. ഈ വീട്ടു ചെലവിന് പുറമെ നിളയുടെയും യമുനയുടെയും പഠിപ്പ് നടക്കണ്ടേ അമ്മേ? ഞാൻ തയ്ച്ചിട്ട് എത്രയുണ്ടാക്കുമെന്നാ? ഈ വീടിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നത് അവളല്ലേ അമ്മേ? രാവിലെ ഇറങ്ങിപ്പോയാൽ ജോലി കഴിഞ്ഞ് തിരികെ എത്താൻ രാത്രിയാവും. അതിന് കിട്ടുന്നത് വെറും 20,000 രൂപയാ. അവളുടെ അധ്വാനത്തിനോ പഠിപ്പിനോ ഒത്ത ശമ്പളമാണോ അത്? എന്നിട്ടും അവൾ എന്തിനാ ഈ പുഷ്പവാടിയിൽ കിടന്ന് റിസപ്ഷനിസ്റ്റിന്റെ ജോലി ചെയ്ത് നരകിക്കുന്നത് എന്ന് ഗംഗ ചോദിക്കേ. നിർത്തടി, എനിക്കിത് അറിയാത്തതാണോ എന്നമ്മയും ടെൻഷനോടെ ചോദിക്കുക. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ അമ്മേ കാവേരി ഇതൊക്കെ ചെയ്യുന്നേ? ഹോം സ്റ്റേയിൽ നിന്ന് കിട്ടിയ നല്ല കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ സ്വീകരിച്ചില്ലേ? എന്തേലും കുഴപ്പമുണ്ടാവുമ്പോ ഒരാളെ എന്തിനെങ്ങനെ കുറ്റപ്പെടുത്തുന്നേ എന്ന ഗംഗയുടെ ചോദ്യം കേൾക്കെ ടെൻഷനോടെ, മോളെ, ഞാൻ പറഞ്ഞത് അധികമായല്ലേ എന്നമ്മ ചോദിക്കേ. സംശയം എന്താ? ഭക്ഷണത്തിന്റെ മുന്നിൽ അമ്മ അവളെ എണീപ്പിച്ചു വിട്ടത്. ഇനിയിപ്പോ ഉച്ചയ്ക്കും അവളൊന്നും കഴിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് ഗംഗ പറയുന്നത് കേൾക്കെ. ഒരു കാര്യം ചെയ്യാം, ഇന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഞാൻ അവൾക്ക് കൊണ്ടുപോകും. പിന്നെ ജോലി കിട്ടിയിട്ട് രാജേശ്വരിയെ കണ്ട് ഒരു നന്ദി വാക്ക് പറഞ്ഞതുമില്ലല്ലോ എന്നമ്മ പറയേ. ഗംഗയും അത് സമ്മതിക്കുക. അവിടെ സിറ്റൗട്ടിലെ കൈവരിലിരിക്കുകയായിരുന്ന വിനീതും നിവിന്റെ മൊബൈലിലേക്ക് വിളിക്കുക. ഉറക്കത്തിലായിരുന്ന അവനും തപ്പിപ്പിടിച്ച് മൊബൈൽ എടുത്ത് ഹലോ എന്ന് പറയുമ്പോഴേക്കും, എവിടെ അളിയാ? വീട്ടിലോ പുറത്തോ എന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. നേരം വെളുക്കുന്നതിന് മുന്നേ ഞാൻ എവിടെ പോവാനാ ബ്രോ, വീട്ടിലുണ്ട് എന്ന് നിവിൻ പറയും. നേരം വെളുക്കുന്നതിന് മുമ്പോ? സമയം രാവിലെ 9 ആയെന്ന് വിനീതും. ഓ ആണോ, 9 ആയാലെന്ത് 10 ആയാലും പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ എന്ന് നിവിൻ പറയേ. അളിയ, ഒരു കാര്യം പറയാനുണ്ട്, ചിലപ്പോ നിന്റെ ഒരു ഹെൽപ്പ് വേണ്ടി വരും എന്ന് വിനീത് ടെൻഷനോടെ പറയേ. ശരി, ഓക്കെ, ഞാനേ ഉറക്കത്തിന്റെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കടയിലോട്ട് വരാമെന്ന് പറഞ്ഞ് നിവിൻ കോൾ വെക്കാൻ തുടങ്ങുമ്പോഴേക്കും, അയ്യോ വെക്കല്ലേ എന്ന് വിനീത് പറയേ. എന്താ ബ്രോ എന്ന് നിവിനും. ഇതൊരു അർജന്റ് കാര്യമെന്ന് വിനീത് പറയുമ്പോഴേക്കും അതിലെ പോകുന്ന അവന്റെ അമ്മയും അത് ശ്രദ്ധിച്ച് സിറ്റൗട്ടിലേക്ക് വരികയാ.
ഇന്നലെ രാത്രി ഒരു സംഭവമുണ്ടായി എന്ന് വിനീത് പറയെ. അവിടെയോ എന്ന് നെവിനും. ഇവിടെയല്ല, അരവിന്ദൻ അമ്മാവന്റെ വീട്ടിലെന്ന് പറഞ്ഞ് വിനീത് നടന്ന സംഭവങ്ങളെല്ലാം നെവിനോട് വിവരിച്ചുകൊണ്ടിരിക്കുക. പുറകിൽ നിന്ന് സുജാതയും അതെല്ലാം കേട്ടുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പോ അവള് സമ്മാനിച്ചതാണ് എന്റെ മോന്റെ നെറ്റിയിലെ തിരുമുറിവ്. കാണിച്ചു തരാം ഞാൻ എന്ന് മനസ്സിൽ പറഞ്ഞ് സുജാതയും അകത്തേക്ക് പോവുകയാണ്. എല്ലാം കേട്ടുകഴിഞ്ഞ് ബ്രോ, കാവേരി ഇപ്പോ സേഫ് ആണല്ലോ അല്ലേ? എടാ, പിന്നീട് അവരുടെ ഭാഗത്തുനിന്ന് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് നെവിൻ ചോദിക്കും. എടാ ഇല്ല എടാ, ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ലെന്ന് വിനീതും. എന്നാൽ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലെന്ന് നെവിൻ പറയേ. അതെ, അതിനെന്തൊക്കെ ചെയ്യണമെന്നറിയാനാ ഞാൻ നിന്നെ വിളിച്ചതെന്ന് വിനീത്. പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണം, നമുക്ക് എല്ലാ പഴുതുകളും അടച്ച് അവരെ പൂട്ടാം എന്ന് നെവിൻ പറയുമ്പോഴേക്കും ആസിഫും അവനുള്ള ചായയുമായി അങ്ങോട്ടെത്തുകയാ. അവരുടെ ഐഡന്റിറ്റി കാർഡിന്റെ കോപ്പി നിന്റെ കയ്യിലില്ലേ എന്ന് നെവിൻ ചോദിക്കേ. ആ, അതൊക്കെ കാവേരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് വിനീത്. ഓക്കെ, എങ്കിൽ അതൊക്കെ വാങ്ങിച്ചോണ്ട് നീ കടയിലോട്ട് വാ. ലീഡിംഗ് അഡ്വക്കേറ്റ് മുഹമ്മദ് യാസറിന്റെ മകൻ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, നമുക്ക് അദ്ദേഹം വഴി തന്നെ മൂവ് ചെയ്യാമെന്ന് നെവിൻ പറയുമ്പോഴേക്കും ശരിയെന്ന് സമ്മതിച്ച് വിനീതും കോൾ വെക്കുകയും നെവിനും പെട്ടെന്ന് ചാടി എഴുന്നിട്ട് പോവാൻ തുടങ്ങുമ്പോഴേക്കും എടാ നീ എങ്ങോട്ടാ എന്ന് ആസിഫും ചോദിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി കാവേരിയുടെ വീട്ടില് ഒരു അക്രമം ഉണ്ടായി. റൂം എടുക്കാനായി വന്ന മദ്യപാനികള് കാവേരിയുടെ ചേച്ചി ഗംഗയെ പിടിച്ചോണ്ട് പോവാനും ഉപദ്രവിക്കാനും ശ്രമിച്ചുവെന്ന്. ഒറ്റ എണ്ണത്തിനെയും വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് നെവിൻ ദേഷ്യത്തോടെ പറയും. ഒരു പതർച്ചയോടെ അത് വിട്ടേക്ക് നെവിനെ എന്ന് ആസിഫും. എന്താ ആസി നീ പറയുന്നേ? നമ്മുടെ കൺമുന്നിൽ ഇത്രയും വലിയൊരു അതിക്രമം നടന്നിട്ട് നമ്മൾ നോക്കി നിൽക്കണമെന്നോ? അതും നമുക്ക് പരിചയമുള്ള ആൺതുണയില്ലാത്ത ഒരു കുടുംബത്തില്. ഇന്നത് കാവേരിയുടെ ഹോം സ്റ്റേയിലാണെങ്കിൽ നാളെ അത് ഇവിടെയും സംഭവിച്ചെന്നിരിക്കും. അപ്പോ ചോദിക്കാനും പറയാനും ആരും വേണ്ടേ? അവന്മാരും അവന്മാരുടെ പിന്നിലുള്ളവരും എത്ര വലിയ കൊമ്പത്തുള്ളവരായാലും തൂത്തുവാരി അകത്താക്കിയിരിക്കും ഞാൻ എന്ന് പറഞ്ഞ് നിവിൻ പോവാൻ തുടങ്ങുമ്പോഴേക്കും ആസിഫ് അവനെ തടഞ്ഞ് എടാ നീ അവിടെ നിൽക്ക്, അക്രമികളിലെ ഗ്യാങ് ലീഡറിന്റെ പേര് വിനീഷ് എന്നാണ് എന്നവൻ പറയേ. എടാ അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? പറയടാ, നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് നിവിൻ ദേഷ്യത്തോടെ ചോദിക്കേ. എടാ ഈ സംഭവത്തിന് പിന്നിലുള്ള എല്ലാവരും പിടിയിലായ ആന്റിയും പിടിയിലാവും എന്നവൻ പറയുന്നത് കേൾക്കെ. ആന്റിയോ എന്ന സംശയത്തോടെ നെവിനും. രാജേശ്വരി ആന്റിയാ വിനീഷിനെയും ഗ്യാങ്ങിനെയും അങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്നവൻ പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ നിൽക്കുക നിവിനും. അവിടെ റിസോർട്ടിലെത്തിയ പഴയ റിസപ്ഷനിസ്റ്റിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക രാജേശ്വരി. റിസപ്ഷനിസ്റ്റായി നിന്നെ ജോലിക്ക് തിരിച്ചെടുക്കുന്നതിൽ എനിക്ക് വിയോജിപ്പൊന്നുമില്ല, ചെയ്ത തെറ്റിന്റെ ഗൗരവം നിനക്ക് മനസ്സിലായല്ലോ എന്ന് രാജേശ്വരി ചോദിക്കേ. മനസ്സിലായി മാഡം എന്നവളും. ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചതുകൊണ്ടാ നിന്നെ വീണ്ടും ജോലിക്കെടുക്കുന്നത്. അത് ഓർമ്മ വേണം, അച്ചടക്കവും അനുസരണയും നിർബന്ധമാ, ഇല്ലെങ്കിൽ നീ കാണാത്ത മറ്റൊരു മുഖമുണ്ട് രാജേശ്വരിക്ക് എന്നവർ പറയുമ്പോഴേക്കും ആ മുഖം എന്താണെന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു കൊടുക്കമ്മേ എന്ന് അങ്ങോട്ട് വരുന്ന നിവിനും വിളിച്ച് പറയുക. അച്ചടക്കവും അനുസരണയും കാണിക്കാത്ത പെണ്ണുങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ തീകപ്പിന് സ്വന്തമായിട്ട് കൊട്ടേഷൻ ടീം. ആണുങ്ങളില്ലാത്ത അവസരം നോക്കി അവർ വീട്ടിൽ കയറി മേയും, പെണ്ണുങ്ങളെ കയറി പിടിക്കുകയും മാനഭംഗപ്പെടുത്തുകയും ചെയ്യും എന്നൊക്കെ നിവിൻ പറയുന്നത് കേൾക്കെ. നിവിൻ സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്, എന്ത് വൃത്തികേടാ നീ വിളിച്ചു പറയുന്നേ എന്ന് രാജേശ്വരിയും ചോദിക്കുക. എന്നെ കൊണ്ടത് പറയിപ്പിച്ചത് അമ്മയാണമ്മേ, അമ്മ ചെയ്തത് തന്നെയാ ഞാൻ പറഞ്ഞതെന്ന് നിവിൻ പറയേ. സിന്ധു നീ പുറത്തു പോയെന്ന് റിസപ്ഷനിസ്റ്റിനോടായി രാജേശ്വരി പറയുകയാണ്. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ എന്ന് രാജേശ്വരി ചോദിക്കേ. കാവേരിയുടെ വീട്ടിലേക്ക് ഇന്നലെ വിനീഷിനെയും കൂട്ടുകാരെയും പറഞ്ഞയച്ചത് അമ്മയല്ലേ എന്ന് നിവിൻ ചോദിക്കേ. ഞാൻ എന്തിന് അവളുടെ വീട്ടിലേക്ക് ആരെങ്കിലും പറഞ്ഞയക്കണം, അല്ലെങ്കിൽ തന്നെ ആരായി വിനീഷ് എന്ന് രാജേശ്വരി ചോദിക്കുക. ഓ അഭിനയം നന്നായിട്ടുണ്ട്, ഇന്നലെ ഇവിടെ റൂം അന്വേഷിച്ചു വന്ന വിനീഷിനെയും കൂട്ടരെയും അമ്മയ്ക്ക് അറിയില്ല പറയേ എന്നവൻ പറയേ. രാജേശ്വരിയും വിനീഷിനെയും കൂട്ടരെയും കാവേരിയുടെ ഹോം സ്റ്റേയിലേക്ക് തിരിച്ചുവിട്ട കാര്യം ഓർത്തെടുക്കുകയാണ്. കുറഞ്ഞ റേറ്റും പെർഫെക്റ്റ് ലാൻഡ്സ്കേപ്പും പിന്നെ നല്ല അടിപൊളി ഫുഡും എന്ന് രാജേശ്വരി പറയേ. എന്താ മേഡം ഹോം സ്റ്റേയുടെ പേരെന്ന് വിനീഷും ചോദിക്കുന്നുണ്ട്. മഹാനദി എന്നവനോടായി പറഞ്ഞത് ഓർത്തെടുത്ത്. ഓ അവരോ എന്ന് രാജേശ്വരി ചോദിക്കുക. അവര് തന്നെ, അവരെ മഹാനദിയിലേക്ക് പറഞ്ഞുവിട്ടതാരാ? അമ്മയല്ലേ എന്നവൻ ചോദിക്കേ. ഞാൻ പറഞ്ഞു വിട്ടതൊന്നുമല്ല, അങ്ങനെ ഒരു സംവിധാനമുണ്ട്, അവർക്ക് വേണമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു എന്നവർ പറയേ. 40-ലേറെ ഹോം സ്റ്റേ ഉണ്ട് ഈ പുഷ്പവാടിയിൽ, എന്നിട്ടും അമ്മ എന്തിനാ അവരെ മഹാനദിയിലേക്ക് തന്നെ പറഞ്ഞു വിട്ടത് എന്ന് നിവിനും ചോദിക്കുക. 28 റിസോർട്ടുകളുണ്ട് പുഷ്പവാടിയിലും പരിസരത്തുമായി, എന്നിട്ടും കാവേരി എന്തിനാ ഇവിടെ തന്നെ ജോലിക്ക് വന്നത്? എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശം വെച്ചായിരിക്കും അല്ലേ, അല്ലെങ്കിൽ അവൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം എന്നമ്മ പറയുന്നത് കേൾക്കെ. ജോലി ചെയ്ത് ശമ്പളം വാങ്ങി കുടുംബം നോക്കാനാ കാവേരി ഇങ്ങോട്ട് വന്നത്, അല്ലാതെ പ്രത്യേക ഉദ്ദേശമൊന്നും അവൾക്കുണ്ടായിരുന്നില്ലെന്ന് നിവിനും. അത്രയേ ഞാനും ഉദ്ദേശിച്ചുള്ളൂ, അവള് ജീവിച്ചു പോയിക്കോട്ടെ എന്ന് വെച്ചു എന്നവർ പറയേ. അമ്മ എന്താ ആളെ കളിയാക്കുന്നോ എന്ന് നിവിനും. രാജേഷിയും പറയുന്നുണ്ട്. ഞാൻ എന്തിനാളെ കളിയാക്കണം, ഇറ്റ്സ് സോ സിമ്പിൾ, ഞാൻ അവളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു, ഈ റിസോർട്ടിൽ അവളെ വേണ്ടെന്നല്ലാതെ അതിന് മറ്റർത്ഥങ്ങളൊന്നുമില്ല, അവള് ജീവിച്ചു പോകുന്നതിനോട് വിയോജിപ്പുമില്ല, അതുകൊണ്ടാ ഇവിടെ റൂം ഒഴിവില്ലെന്ന് വന്നപ്പോ ആ വരുമാനം അവൾക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതി കസ്റ്റമേഴ്സിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്നമ്മ പറയുന്നത് കേൾക്കെ. ഇവിടെ റൂം ഒഴിവില്ലാതെ വന്നപ്പോഴോ എന്ന് നിവിനും ചോദിക്കുന്നുണ്ട്. അതെ, ഇവിടെ റൂം ഒഴിവില്ലായിരുന്നു എന്നമ്മ പറയേ. ഒഴിവുണ്ടായിരുന്നെങ്കിലോ? 3 റൂം ഒഴിവുണ്ടായിരുന്നു, ഞാൻ ലെഡ്ജർ എടുത്തോണ്ട് വരട്ടെ എന്ന് നിവിൻ ചോദിക്കുന്നത് കേൾക്കെ. നീ എന്താ നിവിൻ പോലീസുകാരെ പോലെ
ശരി, ഇവിടെ റൂം ഒഴിവുണ്ടായിരുന്നപ്പോൾ തന്നെ ഞാനവരെ കാവേരിയുടെ റിസോർട്ടിലേക്ക് പറഞ്ഞു വിട്ടുന്ന് വെച്ചോ. അതുകൊണ്ട് എന്താ എന്ന് രാജേശ്വരിയും ചോദിക്കുന്നുണ്ട്. ആ വീട്ടിലെ 4 പെൺകുട്ടികളിൽ ഒരാളുടെ ഡെഡ് ബോഡി ഇന്ന് കത്തിപ്പാറ കൊക്കയിൽ കിടന്നേനെ. അപ്പോഴും അമ്മ ചോദിക്കുമായിരുന്നോ അതുകൊണ്ട് എന്താന്ന്? അമ്മ പറഞ്ഞതുപോലെ തന്നെ അവരങ്ങ് ചെയ്തു അമ്മേ. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോ കാവേരിയുടെ ചേച്ചി ഗംഗയെ മയക്കുമരുന്ന് മണപ്പിച്ച് തട്ടിക്കൊണ്ട് പോവാൻ നോക്കി. ദൈവഭാഗ്യം കൊണ്ട് മാത്രമാ ആ പെൺകുട്ടിയെ ജീവനോടെ തിരിച്ചു കിട്ടിയത് എന്നവൻ പറയുന്നത് കേൾക്കെ പരിഭ്രമത്തോടെ നിവിൻ, ഞാൻ അറിയുന്നതല്ല ഇതൊന്നും എന്ന് രാജേശ്വരിയും. നിവിനും ദേഷ്യത്തോടെ, ദേ ഇനിയും ഉരുളാൻ നോക്കലേ അമ്മേ, അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞു എന്ന് പറയാം. നിവിൻ, നീ എന്ത് ഈ പറയുന്നേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. മറ്റാര് വിശ്വസിച്ചാലും നീ ഇത് വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയേ, മറ്റാര് പറഞ്ഞാലും നേരിട്ട് കണ്ടാൽ പോലും ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. പക്ഷെ കാവേരി എന്റെ ജീവിതത്തിലേക്ക് വന്നത് മുതൽ അമ്മ മാറിക്കൊണ്ടിരിക്കുക. ആ കുടുംബത്തെ രക്ഷിക്കാനല്ല, കാവേരിയെ കാൽക്കീഴിലിട്ട് ചവിട്ടി തേക്കാൻ, അവളെ സങ്കടപ്പെടുത്താനും കൂടിയാ അമ്മ അവൾക്ക് ഇവിടെ ജോലി നൽകിയത്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അവളെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞപ്പോ അമ്മ ഈ ചീപ്പ് നമ്പർ ഇറക്കി. ഒരു പെൺകുട്ടിയുടെ മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ മുഴുവൻ മാനം കെടുത്തുന്ന തറവേലയാ അമ്മ ഈ കാണിച്ചത്. പക്ഷേ ഒന്ന് കൈവിട്ട് പോയിരുന്നെങ്കിൽ ശവം ഒന്നല്ല പലതും വീണേനെ. അമ്മയ്ക്ക് ഇതെങ്ങനെ ചെയ്യാൻ തോന്നി? അമ്മയും ഒരു പെണ്ണല്ലേ? മുമ്പൊരിക്കൽ അമ്മ പറഞ്ഞല്ലോ, അമ്മയുള്ളത് കൊണ്ടാണ് പുഷ്പവാടിയിലെ പെണ്ണുങ്ങളൊക്കെ മാനഭയമില്ലാതെ കിടന്നുറങ്ങുന്നതെന്ന്. അന്ന് എനിക്ക് ദൈവത്തിന്റെ സ്ഥാനത്തായിരുന്നു അമ്മ. ആ വിഗ്രഹം ഇപ്പോ നിലത്ത് വീണ് ഉടഞ്ഞു കിടക്കുക. മുമ്പാരെങ്കിലും അമ്മയ്ക്ക് നേരെ വില ചൂണ്ടിയ ആ വീരല് വെട്ടുമായിരുന്നു ഞാൻ. കാവേരിയുടെ ഹോം സ്റ്റേയിൽ കയറി അവർക്കെതിരെ നെറുകേട് കാണിച്ചവർക്കെതിരെ പരാതി കൊടുക്കാൻ ഞാൻ ഇരിക്കുമ്പോഴാണ് അത് ചെയ്തത് അമ്മയാണെന്ന് അറിയുന്നത്. ഇപ്പൊ ഞാൻ പുതിയൊരു തീരുമാനമെടുത്തു. അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ പിടികൂടിയില്ലെങ്കിലും അതിന്റെ സൂത്രധാരയ്ക്ക് മതിയായ ശിക്ഷ നീതിപീഠത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കുമെന്ന്. അമ്മയെ ഇവിടുന്ന് കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകുമ്പോൾ കാണികളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യത്തെ കൈയടി എന്റെ വകയായിരിക്കും, നോക്കിക്കോ. റിസോർട്ട് ഓണേഴ്സ് അസോസിയേഷൻകാരുടെ മുന്നിലടക്കം അമ്മയുടെ ഈ മുഖം മൂടി പൊളിഞ്ഞു വീഴാൻ പോവാ, വിടില്ല ഞാൻ എന്നുറപ്പിച്ച് പറഞ്ഞ് അവനോടൊന്ന് നടന്നു നീങ്ങുമ്പോഴേക്കും പതർച്ചയോടെ നിവിൻ നിവിൻ എന്ന് വിളിക്കുന്നുണ്ട് രാജേശ്വരി. അവൻ അത് മൈൻഡ് ചെയ്യാതെ പോയി കഴിയുമ്പോഴേക്കും രാജേശ്വരിയും അക്കാര്യം ഓർത്തെടുക്കുകയാ. ജയപാലന്റെ മുത്തുള്ള സംസാരം, നിന്റെ ജോലിയും ജീവിതവും ഒന്നും മുടക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ. പിന്നെ നാളെ കൈയും കാലും ഇട്ട് അടിക്കുമ്പോ ജയപാലേട്ടാ അന്ന് എന്നോടത് പറഞ്ഞില്ലല്ലോന്ന് എന്റെ പെങ്ങളെ ചോദിക്കണ്ടെന്ന് കരുതി എന്നൊക്കെ ജയപാലേട്ടൻ കാവേരിയുടെ ഹോം സ്റ്റേയെ കുറിച്ച് പറഞ്ഞതോർക്കെ രാജേശ്വരി വെപ്രാളത്തോടെ ജയപാലേട്ടനെ വിളിക്കുക. അവിടെ കോളേജിലെത്തിയ യമുനയ്ക്ക് വിശാൽ ഒരു പോസ്റ്റർ കയ്യിൽ പിടിച്ച് കാണിച്ചു കൊടുക്കുക. ഹോം സ്റ്റേയിൽ നിശാസുന്ദരികൾക്കൊപ്പം മദ്യപാന്മാരുടെ അഴിഞ്ഞാട്ടം എന്ന ആ പോസ്റ്റർ വായിച്ച് ടെൻഷനോടെ വിശാൽ എന്താ ഇത് എന്ന് യമുന ചോദിക്കുന്നുണ്ട്. കോളേജ് മുഴുവൻ പതിക്കാനിരുന്നതാ. നല്ല വെറൈറ്റി പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും മതാലസമാർക്കും സ്നേഹം വിളമ്പുന്ന ഹോം സ്റ്റേ എന്ന് പറഞ്ഞ് ചിലതിലെ നിങ്ങളുടെ വീട്ടുപേര് വരെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നവൻ പറയുന്നത് കേൾക്കെ സങ്കടത്തോടെ, എന്നിട്ട് ഞാനൊന്നും കണ്ടില്ലല്ലോ എന്ന് യമുനയും. അത് പിന്നെ അവന്മാര് പതിക്കുന്നതിന് മുന്നേ ഞാൻ തടഞ്ഞില്ലേ? പിന്നെ പോസ്റ്റർ ഒട്ടിക്കാൻ ധൈര്യം കാണിച്ച 1-2 അവന്മാർക്ക് ഞാൻ നല്ല അടിയും കൊടുത്തു. നമ്മൾ ഈ സംഘടനയൊക്കെ ഉള്ളത് കൊണ്ടേ എന്നോട് ചെറിയൊരു പേടിയുണ്ട് എന്നവൻ പറയെ സങ്കടത്തോടെ. വിശാൽ, അതങ്ങനെയൊന്നുമല്ല എന്ന് യമുനയും പറയുകയാണ്. ഏതെങ്ങനെയല്ലെന്ന് ഒരു കാര്യം ചെയ്യ്, നീ പറഞ്ഞു മനസ്സിലാക്കിത്താ. നിങ്ങളുടെ വീട്ടിലെ ഹോം സ്റ്റേ തുടങ്ങിയ കാര്യം പോലും നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നവൻ ചോദിക്കെ ഒരു പതർച്ചയോടെ, അത് പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയതാ വിശാൽ എന്ന് യമുനയും. പറയാൻ വിട്ടുപോയതോ അതോ പറയണ്ടെന്ന് ചേച്ചിമാര് പറഞ്ഞോ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് യമുന. ഈ നെയിൽ പോളിഷ് ഒന്ന് മാറുമ്പോ എന്നോട് അഭിപ്രായം ചോദിച്ചുകൊണ്ടിരുന്നവളാ നീ. നീ വീട്ടിലെ ഈ സംഭവം തുടങ്ങിയിട്ട് എന്നോട് പറഞ്ഞില്ലെന്നുണ്ടെങ്കിലേ അതിന് 2 അർത്ഥമേ ഉള്ളൂ. ഒന്നുകിൽ നിനക്ക് പണ്ടത്തെ പോലെ എന്നോട് അടുപ്പമില്ല, അല്ലെങ്കിൽ ആരെങ്കിലും നിന്നെ പറഞ്ഞ് വിലക്കിയിട്ടുണ്ടാവും. ഓക്കെ, ആരും നിന്നെ വിലക്കിയിട്ടില്ലെന്ന് ഞാൻ വിചാരിച്ചോളാം. ഓക്കെ ബൈ എന്ന് പറഞ്ഞ് വിശാൽ നടന്നു നീങ്ങേ. വെപ്രാളത്തോടെ വിശാൽ എന്ന് വിളിക്കുന്നുണ്ട് യമുന. ഒരു ചിരിയോടെ വിശാൽ അവിടെ നിൽക്കുമ്പോഴേക്കും യമുന അവന്റെ അരികിലേക്ക് നടന്നു വന്ന്, വിശാൽ, അതെന്നോട് ചേച്ചി പറഞ്ഞതാ എന്ന് യമുന പറയേ. ഏത് ചേച്ചി എന്ന് വിശാൽ. കാവേരി ചേച്ചി എന്ന് യമുന പറയേ. എന്നോട് പറയണ്ടെന്ന് പറയാൻ കാരണം എന്ന് വിശാൽ. വിശാലിനോട് പറഞ്ഞ ജയപാലൻ അങ്കിൾ അറിയുമെന്ന് എന്ന് യമുന പറയേ. അച്ഛൻ അറിഞ്ഞ എന്താ കുഴപ്പം? ഇത്രയും കാലം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അച്ഛനല്ലേ എന്നവൻ ചോദിക്കേ. എനിക്കറിയില്ല വിശാൽ. കാവേരി ചേച്ചിയും ഗംഗേച്ചിയും ഒക്കെ ജയപാലൻ അങ്കിളിനെ കുറിച്ച് പറയാറുള്ള കാര്യങ്ങൾ ഞാൻ വിശാലിനോട് പറഞ്ഞതല്ലേ എന്നവൾ ചോദിക്കേ. അച്ഛനെ അവഗണിച്ചതിനുള്ള ഫലമായി ഇപ്പൊ കിട്ടിയത് എന്ന് ചിരിയോടെ പറഞ്ഞ് ആ പോസ്റ്റർ അവളുടെ കയ്യിലേക്ക് കൊടുത്ത്, ഇതൊരു അവാർഡായി കരുതി വീട്ടിൽ കൊണ്ടുവച്ചോ, മികച്ച ഹോം സ്റ്റേക്കുള്ള പുരസ്കാരം എന്നൊക്കെ പറയില്ലേ, അതുപോലെ അമ്മയും മക്കളും ഇത് കണ്ട് വായിച്ചു രസിക്കും. ഓക്കെ എന്നവൻ പറയേ. വിശാൽ, ഞങ്ങൾ അതിന് എന്ത് ചെയ്തു എന്ന് ടെൻഷനോടെ യമുനയും. നിന്റെ ഈ പൂങ്കണ്ണീരല്ല, വീട്ടുകാരുടെ മൊത്തം അലമുറയിട്ട കരച്ചില ഇനി നീ കാണാനും കേൾക്കാനും പോകുന്നത്. അച്ഛനെ അവഗണിച്ചതിനുള്ള ശിക്ഷ എന്ന് കരുതി അത് നിങ്ങൾ അങ്ങ് സഹിച്ചേക്കണം. പണി വരുന്നുണ്ട് ഓരോന്നായിട്ട് എന്നവൻ പറയേ. സങ്കടത്തോടെ കരഞ്ഞു നിൽപ്പാം യമുനയും. അവിടെ റിസോർട്ടിലിരുന്ന് ജോലി ചെയ്യുകയായിരുന്നു രാജേശ്വരി. അപ്പോഴാണ് കാവേരിക്കുള്ള ഉച്ചഭക്ഷണവുമായി ശാരദ ഒരു ഓട്ടോയിൽ അങ്ങോട്ടെത്തുന്നത്. അവർ ഓട്ടോയ്ക്ക് കാശ് കൊടുത്തു പറഞ്ഞയച്ച് ആ റിസോർട്ട് മൊത്തത്തിൽ നോക്കി നിൽക്കെ ശാരദയെ കണ്ട് പരിഭ്രമത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്ന രാജേശ്വരിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.